Hello guys, welcome back to our channel. It's me Jitu and Meenu. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വ്ളോഗ് വീഡിയോസാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഇപ്പോഴും പെൻഡിങ് ആണ്. നമുക്ക് എഡിറ്റിങ്ങിനുള്ള വേറെ ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യണത്. വീഡിയോ എടുക്കുന്നതും ഒക്കെ എനിക്ക് തന്നെയാണ് കേട്ടോ പണി. അതാ ഇത്രയും ഡിലേ വരുന്നത്. അല്ലാതെ നമുക്ക് പേഴ്സണലി കുറേ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ബിസിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ വീണ്ടും പഴയതുപോലെ ഇടുന്നതായിരിക്കും. ഷോർട്സ് പോലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പം എന്താ കാരണം, എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങളോട് വഴിയേ പറഞ്ഞു തരാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്നത്തെ വ്ളോഗാണ്. അപ്പോൾ ഇത്രയും ദിവസമായി വിഷു കഴിഞ്ഞിട്ട്, അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രാവിലെ കൊട്ടാരക്കര ഗണപതി ടെമ്പിളിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. കൊട്ടാരക്കര ഗണപതി അമ്പലം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കുറേ വട്ടം പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ വീണ്ടും ഈ വഴി ഉൾപ്പെടെ ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കണത്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അതാണ് കേട്ടോ റൂട്ടൊക്കെ ഇട്ടേക്കുന്നത്. വീഡിയോസ് കാണുന്നതൊക്കെ സ്ഥലമൊക്കെ ഏകദേശം കൊട്ടാരക്കര എവിടെയാണെന്നൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ കൊട്ടാരക്കര ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാലും മതി കേട്ടോ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എവിടെയാണെന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത്. നമ്മൾ 3 പേരും കൂടിയാണ്, നമ്മളെവിടെ പോയാലും നമ്മൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏകദേശം 7 മണി 7:30 ആയപ്പോഴത്തേനും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. വിഷുവും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എല്ലായിടത്തും ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അമ്പലത്തിൽ മാത്രമല്ല റോഡിൽ നല്ല ട്രാഫിക്കായിരുന്നു. ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടാരക്കര അമ്പലം എത്തിയിട്ടോ. കൊട്ടാരക്കര അമ്പലം അറിയാത്ത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ അമ്പലം ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഭയങ്കര മഴയാണെന്ന്. നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ ചെന്നു കേട്ടോ. വണ്ടി ഞാൻ മാത്രം ഇതിനകത്ത് അങ്ങനെ വണ്ടി ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുപോകേണ്ടി വരും. ക്ഷേത്ര ഉപദേശക സമിതി കൃത്യം 11 മണിക്ക് തന്നെ അന്നദാനം. താഴെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വലിയ വണ്ടി നമ്മളൊന്നും കൊണ്ടുവിടത്തില്ലടാ. വേണ്ട, അത് റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ഭയങ്കര ചൂടായിരിക്കും. അത് നമുക്ക് എവിടെയെങ്കിലും ഇടാം. വീഡിയോയിൽ വരാൻ നാണമുള്ള
കാണിക്കുമോ അതൊന്ന്? അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതൂട്ട് നല്ല തിരക്കായിരുന്നു. നമുക്ക് നല്ലപോലെ ഒന്നും തൊഴാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി വരണം എന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോഴാണ് ഒരു കുഞ്ഞമ്മയുടെ ചോറൂണാണെന്ന് തോന്നുന്നു. അത് നല്ല വഴക്കൊന്നും ഉണ്ടാക്കാതിരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്കും തോന്നി അതൊന്ന് കാണിക്കാമെന്ന് നിങ്ങളെ കൂടി. വിഷുവിൻ്റെ ഒന്ന് കൊട്ടാരക്കര അമ്പലത്തിൽ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തിരിച്ച് പോവാട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. തൊഴുതിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ലേസും വെള്ളവും വാങ്ങിയിട്ട് കുടിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങ് അമ്പലത്തിൻ്റെ അവിടെ എങ്ങും വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരെയാണ് കേട്ടോ പോയി വണ്ടി ഇട്ടത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ ഇന്ന് പോയത്. കാരണം നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ വെയിൽ കാരണം നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അമ്മാതിരി വിഷമിച്ചാണ് കേട്ടോ അങ്ങോട്ട് പോയത്. നമ്മൾ തിരിച്ച് നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല പ്ലാനിങ് ആയിട്ട് ഇറങ്ങിയത്. കുറെ അമ്പലത്തിലൊക്കെ പോകാൻ നല്ല ലേറ്റായി. രാവിലെ എണീക്കണം. നമ്മൾ വിശ്വാസം എല്ലാവർക്കും ഹാപ്പി വിഷു. പോസ്റ്റ് ചെയ്യുന്ന എന്നാന്ന് ദൈവത്തിനറിയില്ല. വിഷു കഴിഞ്ഞ് ക്രിസ്മസ് ആയാലും ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. കുറേ വീഡിയോസ് പെൻഡിങ് കിടക്കും. ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വേണം ഇനി ഇടാൻ. നല്ല തിരക്കായി പോയി. കുറച്ച് വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ, അപ്ലോഡിങ് മാത്രമില്ല, എഡിറ്റിംഗ് ഇല്ല. കുറേ പെൻഡിങ് കിടക്കും. അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു കാര്യമാണ് കേട്ടോ. അത്രയും വിഷമിച്ച് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഈ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഫോട്ടോ എടുത്താലോ. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോ എടുക്കാൻ കുഴപ്പമുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ഇത്ര പെട്ടെന്ന് നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്നൊക്കെ ഇതിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം, അമ്പലത്തിൻ്റെ വൈബിൽ പോയത് ഫോട്ടോ എടുക്കാം എന്ന രീതിയിലൊക്കെയാണ് രാവിലെ പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. ഭയങ്കര വെയിൽ കാരണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അനിയന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് പറ്റുന്ന നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയതൊന്നും കൊള്ളത്തില്ല. അങ്ങനെ വന്ന സമയത്താണ് ഈ ചേട്ടൻ പറഞ്ഞു ഫോട്ടോസ് എടുക്കുക. അങ്ങനെ ഇപ്പോൾ അനിയൻ്റെ ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ.
ചേട്ടൻ ID ഇൻസ്റ്റാഗ്രാമിൽ അരുണീസ് ദി ഫോട്ടോഗ്രാഫർ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടി ടാറ്റാ.